ഒരിടവകയിലിരിക്കുമ്പോൾ വിത്തിൻ്റെ ഉപമ പഠിപ്പിക്കാൻ വേണ്ടി കുട്ടികൾക്ക് കുറച്ച് തേനാരിയും പിന്നെ ഒരു പേപ്പർ ഗ്ലാസും കൊടുത്തു വിട്ടു. കാറ്റിസം കുട്ടികൾക്ക്. അവിടെ പറഞ്ഞു അടുത്ത ഞായറാഴ്ച വരുമ്പോൾ മുളപ്പിച്ച വിത്തുമായിട്ട് വരാൻ പറഞ്ഞു. ചില കുട്ടികൾ മറന്നുപോയി. ചില കുട്ടികൾ വളരെ എക്സൈറ്റ്മെൻറ്റായിട്ട് ഇതൊക്കെ മുളപ്പിച്ച് പള്ളിയിലെത്തി. നന്നായിട്ട് വളർന്ന ചെടികളുള്ള കുട്ടികൾക്കൊക്കെ സന്തോഷമായി. ചില കുട്ടികളുടെ വളർന്നില്ല, അപ്പോൾ അവർക്ക് സങ്കടമായി. ഇങ്ങനൊരു എക്സ്പെരിമെൻ്റ് കൊടുത്തത് വിത്ത് വിതച്ചിട്ട് കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ എക്സൈറ്റ്മെൻറ്റ്, ദൈവത്തിൻ്റെ പെയിൻ ഇതൊക്കെ പഠിപ്പിക്കാനാണ്. അതുമാത്രമല്ല, നമ്മുടെ കുട്ടികൾ മണ്ണിനെ തൊടണം, വിത്തിൻ്റെ വളർച്ച അറിയണം എന്നൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. എഴുത്തുകാരൻ സി രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, കൃഷി തുടങ്ങുന്നിടത്താണ് സംസ്കാരം തുടങ്ങുന്നത്. കൃഷി അവസാനിക്കുന്നിടത്ത് അത് അവസാനിക്കുകയും ചെയ്യും. കാരണം മനുഷ്യന് പ്രകൃതിയുമായുള്ള പൊക്കിൾക്കൊടി ബന്ധം അതോടെ തീരും. അതുകൊണ്ട് എല്ലാ കുട്ടികളെയും കൃഷിയുമായി പരിചയപ്പെടുത്തണം. വിത്ത് മുളയ്ക്കുന്നത് കാണാത്ത ഒരു കുട്ടിയിലും പുതിയൊരാശയവും മുളയ്ക്കില്ല. ആക്സിയം 4 പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ശുഭാംശു സ്പേസിലേക്ക് പോയപ്പോൾ കൂടെ കൊണ്ടുപോയത് കേരളത്തിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത അരിയും എള്ളും തക്കാളിയുടെയും വഴുതനയുടെയും വിത്തൊക്കെയാണ്. സ്പേസിൽ പോലും നമ്മൾ കൃഷി തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ കുട്ടികളെ വിത്തിടാനും കൃഷി ചെയ്യാനും പഠിപ്പിക്കണം. കാരണം അതാണ് നമ്മുടെ സംസ്കാരം.